ആമേൻ. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പകൽ വീണ്ടും നമുക്ക് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവിടെ ആക്കിയതിന് കർത്താവ് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നും യേശു ജീവിക്കുന്നവനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഒന്ന് വിളിച്ചു പറഞ്ഞ യേശു മാറാത്തവൻ. നല്ലപോലെ ഒന്ന് പറഞ്ഞ യേശു മാറാത്തവൻ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ യേശു മാറാത്തവൻ. ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്ന കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നവന്. അവനെ ഒന്നിനും ഒതുക്കി വെക്കാൻ കഴിയത്തില്ല നമ്മുടെ കർത്താവിനെ. ഒരു സാഹചര്യം, ഏത് സാഹചര്യങ്ങൾക്കും, ഏത് വലിയ പ്രശ്നങ്ങളാകട്ടെ, അതിനൊന്നിനും ഒതുക്കി വെക്കാൻ കഴിയാത്തവനാണ് നമ്മുടെ കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിനൊത്തവണ്ണമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിനൊത്തവണ്ണമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നമ്മൾ ചിന്തിക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങൾക്കൊത്തവണ്ണമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നമ്മുടെ ജീവിതം നമ്മുടെ സാഹചര്യങ്ങൾക്കൊത്തവണ്ണമല്ല, നാം ചിന്തിക്കുന്നതിന് തൊക്കവണ്ണമാണ്. ആമേൻ. നമ്മുടെ ചിന്തകൾക്ക്, നാം മനസ്സിൽ ചിന്തിക്കുന്ന ചിന്തകൾക്ക് അസാധാരണമായ ഒരു പവറുണ്ട്. ആമേൻ. നമുക്ക് വായിക്കാം റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 12 verse 2. റോമാലേഖനം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 12 verse 2 വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ആൻഡ് ബി നോട്ട് കൺഫോംഡ് ടു ദിസ് വേൾഡ് ബട്ട് ബി യീ ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ് that you may prove what is the good and the acceptable and perfect will of God. Hallelujah. ദൈവത്തിന്റെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നെന്ന് തിരിച്ചറിയേണ്ടതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എങ്ങനെയാണ് പറയുന്നത്? നമ്മുടെ മനസ്സിനെ പുതുക്കണം. Hallelujah. Renew your mind. നിങ്ങളുടെ മനസ്സിനെ പുതുക്കണം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ കൂടെ നമ്മൾ പറയാനുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ചില സാഹചര്യത്തിൽ ചെന്നിട്ട് പറയും, ഇന്നെല്ലാം ഓർക്ക് എന്നാ പറ്റി, ഇന്നെല്ലാവർക്കും എന്ത് പറ്റി, അവൻ അവിടെ ഇങ്ങനെ ചെയ്തു, ഇവൻ ഇങ്ങനെ ചെയ്തു, അവൻ അങ്ങനെ ചെയ്തു. ഇന്ന് പോയിടത്തെല്ലാം പ്രശ്നമാണല്ലോ. നമ്മൾ ഓർക്കും അല്ലെങ്കിൽ ആ പോയ ആളുടെ പ്രശ്നമാണ്, നമ്മൾ പറഞ്ഞ അവരുടെ പ്രശ്നമാണ്. ആക്ച്വലി വി ആർ ക്യാരി സം സ്പിരിറ്റ് വിച്ച് ഈസ് ഓൾവേസ് അല്ലെങ്കിൽ കൺട്രോളിങ് us, I mean and our situation. നമ്മൾ ചെല്ലുന്നിടത്തല്ല നമ്മുടെ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സ്പിരിറ്റിനെ നമ്മൾ ക്യാരി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പോകുന്നിടത്തല്ല നമ്മുടെ കാര്യങ്ങൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ പറയും അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ ശരിയല്ലാത്തതുകൊണ്ട് ആകെ പ്രശ്നമായത്. എന്നാൽ പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകളെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ജീവിതം മാറും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ചിന്തകളെ കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട്. Our thoughts have a power to control our life. Amen. നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ഒരു അസാധാരണമായ ഒരു കഴിവുണ്ട്. ഹല്ലേലൂയ. അപ്പോ എന്താണ്, എവിടെയാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് അറിയാമോ? നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തികളിൽ നമ്മൾ വരുത്തുന്ന മാറ്റം നമുക്ക് ഒരു പ്രയോജനം കൊണ്ടുവരത്തില്ല. പക്ഷെ നമ്മുടെ ചിന്താഗതികളിൽ വരുന്ന മാറ്റം നമ്മുടെ ജീവിതത്തെ മുഴുവൻ തിരുത്തും. ആമേൻ. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പാപം ചെയ്തത് കൊണ്ട് ഇനി എന്റെ ജീവിതത്തിനകത്ത് ഇനി മുഴുവൻ മേഖലയും തകർച്ചയായിരിക്കും, ഇനി ഒരു വിധത്തിലും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, എന്റെ ജീവിതത്തിൽ മുഴുവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം പരാജയമായി തീരും. കാരണം എന്നാന്നറിയാമോ? ഞാൻ പാപം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പാപത്തെക്കാൾ കഠിനമേറിയതാണ് കുറ്റബോധം. പാപം ചെയ്ത ഒരു വ്യക്തി, നമുക്കറിയാം ഇന്ന് ലോകത്ത് തെറ്റുകൾ ചെയ്യുന്ന വ്യക്തികളെ നോക്കിക്കുക, അവരുടെ ജീവിതത്തിൽ അവർ തകരുന്ന പോലെ അല്ല പലയിടത്തും നമ്മൾ കാണുന്നത്. അവരുടെ ജീവിതത്തിനകത്ത് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ
ഒരു സ്ഥലത്ത് ചെന്ന് വണ്ടി ബ്രേക്ക് ഇടും, അത് വേറെ കാര്യം. പക്ഷേ അവരുടെ ജീവിതത്തിനകത്ത് ഒരു പരാജയപ്പെടാതെ പോലെ ഒരു പോകുന്നതിന് കാരണം എന്താ? അവരുടെ മനോഭാവം, അവരുടെ മൈൻഡ്. നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യുന്നത് ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ അല്ല, നമ്മുടെ മനസ്സിനകത്താണ് നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നമുക്കൊരു പ്രോബ്ലം ഉണ്ടായി ഉടൻ തന്നെ നമ്മൾ ചിന്തിക്കുകയാണ്, നമുക്ക് ഈ ജോലി അങ്ങ് വിട്ടേക്കാം, നമുക്ക് ഇവിടുന്ന് അങ്ങ് മാറിയേക്കാം, നമുക്ക് ഈ വീട് അങ്ങ് മാറിയേക്കാം, നമുക്ക് ഈ സ്കൂൾ അങ്ങ് മാറിയേക്കാം, നമുക്ക് ആ ബന്ധം അങ്ങ് വിട്ടേക്കാം. ആ കാര്യങ്ങളിൽ നിന്ന് അറിയാലോ, നമുക്ക് ലോകത്തിൽ എല്ലായിടത്തും ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഈ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ റെയർ ആയിരുന്നു. പക്ഷെ ഇന്ന് ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് സർവ്വസാധാരണമായിട്ട് മാറും. കാരണം അവർ വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യം ഇതാണ്, നമ്മുടെ ലൈഫിലെ പ്രോബ്ലം സോൾവ് ആകണമെങ്കിൽ ഞാൻ ചില കാര്യങ്ങളെ വിട്ടുമാറണം, ഞാൻ ചില വ്യക്തികളെ വിട്ടുമാറണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ചില വ്യക്തികളെ വിട്ടേച്ച് മാറുന്നത് കൊണ്ടോ, ചില സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറുന്നത് കൊണ്ടോ, ഒരു ജോലി സ്ഥലത്തുനിന്ന് വേറൊരു ജോലി സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നത് കൊണ്ടോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെന്നില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ നിങ്ങളിൽ മാറേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ മനോഭാവത്തെ മാറ്റുക. ഇന്ന് ഞാനൊരു കാര്യം പറയാം, ജീവിതത്തിനകത്ത് എല്ലാവർക്കും എല്ലാ വ്യക്തികൾക്കും ഒരു കാര്യത്തിനകത്ത് ഭയങ്കര പ്രാപ്തിയാണ്. നമ്മൾ പറയും, ഓ ഞാൻ അവരോടൊക്കെ ക്ഷമിച്ചു, ഞാൻ അവരോടൊക്കെ ക്ഷമിച്ചു, ഞാൻ അവരോട് ക്ഷമിച്ചു, ഇവരോട് ക്ഷമിച്ചു, അവരെനിക്ക് കുഴപ്പം ചെയ്തു, ഞാൻ അവരോട് ക്ഷമിച്ചു, വീട്ടുകാരെന്നെ അമ്മയും അപ്പനെ മുറിപ്പെടുത്തി, ഞാൻ അവരോട് ക്ഷമിച്ചു, എന്റെ സഹോദരങ്ങൾ എന്നെ മുറിപ്പെടുത്തി, ഞാൻ അവരോട് ക്ഷമിച്ചു, എല്ലാവരോടും ക്ഷമിച്ചു. പക്ഷേ ക്ഷമിച്ച് എനിക്ക് സ്വസ്ഥതയോടെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം മറക്കരുത്, എല്ലാവരോടും ക്ഷമിച്ച നിങ്ങളോട് ക്ഷമിച്ചില്ല. അതായത് ഞാൻ പറയുന്നത് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണേ. അതായത് യു ഫോർഗീവ് എവരിവൺ, നിങ്ങൾ എല്ലാവരോടും ക്ഷമിച്ചു. എല്ലാവരോടും ക്ഷമിച്ചിട്ട് നിങ്ങൾ എന്നാ ചിന്തിക്കുന്നറിയാമോ? ഞാൻ എല്ലാവരുടെ മുമ്പിൽ ചെറുതായി. അവരോട് ക്ഷമിച്ചു, ഇവരോട് ക്ഷമിച്ചു, ഞാൻ അത് വിട്ടു, ഇത് വിട്ടു, ഞാൻ എല്ലാവരുടെ മുമ്പിൽ വളരെ ചെറുതായി പോയി. ആർക്കും എന്നെ ഒരു വിലയില്ല, ആരും എന്നെ മാനിക്കുന്നില്ല, ആരും എനിക്കൊരു ഓണർ തരുന്നില്ല, ആരും എന്നെ ഒന്നും മാനിക്കുന്നില്ല. എവിടെ ചെന്നാലും ആളുകളെല്ലാം എനിക്കെതിരെ നിൽക്കുക. കാരണം എന്നറിയാമോ? യു ഫോർഗീവ് എവരിവൺ ബട്ട് യു നോട്ട് യെറ്റ് ഫോർഗീവ് യുവർസെൽഫ്. അതെവിടുന്നാ വരുന്നറിയാമോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളെ ക്ഷമിക്കാൻ മേലാതാകുന്ന ഒരു സാഹചര്യം വരുന്നത് ദാറ്റ്സ് ഫ്രം പ്രൈഡ്. എന്താണെന്നറിയാമോ? നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ഇങ്ങനെയാണ് ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്, ഇതെല്ലാം ഇനി ഇങ്ങനെയാണ് ഞാൻ എന്തിനാ ചർച്ചയിൽ പോകുന്നത്, ഇതെല്ലാം ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാ ബൈബിൾ വായിക്കുന്നത്, ഇതെല്ലാം ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാ. അപ്പൊ എന്താണെന്നറിയാം, നമ്മൾ പറയുന്ന കാര്യം എന്താ? എന്റെ ജീവിതത്തിനകത്ത് ഇതെല്ലാമായി, ഇതെല്ലാമായി. പക്ഷെ എന്റെ ജീവിതത്തിനകത്ത് ശരിയാകണമെങ്കിൽ ഇനിയും ചില കാര്യങ്ങളൊക്കെ ഞാൻ ചില മാറ്റങ്ങൾ വരുത്തണം. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ അകത്തൊരു ബോധ്യം ഉണ്ടാകണം. നിങ്ങളുടെ അകത്ത് നിങ്ങളെ കുറിച്ച് തന്നെ ഒരു ഒരു അറിവ് നിങ്ങളുടെ അകത്തുണ്ടാകണം. നിങ്ങളുടെ ജീവിതത്തെ പണിയുന്നതും നിങ്ങളുടെ ജീവിതത്തെ വളർത്തുന്നതും നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തുന്നതും അല്ലെങ്കിൽ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും അല്ല, നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ പ്രാപ്തിയല്ല, നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാകുന്ന ബോധ്യം നിങ്ങളുടെ വരണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ നാട്ടുകാർക്ക് മുഴുവൻ നന്മ ചെയ്താൽ, നിങ്ങൾ നിങ്ങളോട് ദ്രോഹം ചെയ്താൽ നിങ്ങളുടെ ജീവിതം എവിടെ ചെല്ലും? വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഒരു മനുഷ്യന് ലോകം മുഴുവൻ നേടിയാൽ തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് ലാഭം? Don't allow somebody control your life. Don't allow your emotion control your life. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കാനും പരാജയപ്പെടാനും അനുവദിക്കരുത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ജയിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ, ജീവിതത്തിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ, ജീവിതത്തിനകത്ത് എന്തെങ്കിലും ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുന്നില്ലെങ്കിൽ, ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്റെ സ്പിരിച്വൽ ലൈഫ് ഏത് ലെവലിലാണ് നിൽക്കുന്നത്? ഇന്നലെ ആ ആൾ എനിക്ക് ഇന്നലെ കണ്ടപ്പോ ചിരിച്ചില്ല, ഇന്നലെ അവര് കണ്ടപ്പോ എനിക്ക് പ്രൈസ് ലോർഡ് പറഞ്ഞില്ല, ഞാൻ അവിടെ ചെന്നപ്പോ എന്നെ ഹഗ് ചെയ്തില്ല, അവർ ചെന്നപ്പോ എന്താ വിശേഷമെന്ന് ചോദിച്ചില്ല. അതുകൊണ്ട് അതെല്ലാം എല്ലാവർക്കും എന്നോട് വേറൊരു മനോഭാവമാണ്. എല്ലാരും എന്നെ, പ്രിയപ്പെട്ടവർ, ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കാര്യം നിങ്ങൾ എഴുതി വെക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ
വന്നപ്പോ നിങ്ങൾ ഒറ്റയ്ക്കാ വന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവസാനം വരെ ഒറ്റയ്ക്ക് നിൽക്കാൻ കപ്പാസിറ്റി അകത്ത് വെച്ചിട്ടാ ഇങ്ങോട്ട് വിട്ടത്. ഞാൻ പറയാം, ആര് നിങ്ങൾക്ക് കൂടെ നിന്നില്ലെങ്കിൽ, ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരും നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും ദൈവം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ ഒരു ശക്തിക്കും ഒരു സാഹചര്യത്തിനും നിങ്ങൾക്കെതിരെ നിൽക്കാൻ സാധ്യമല്ല. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം പരിശുദ്ധാത്മാവ് ഒരാളുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്ന എപ്പോഴാ? പരിശുദ്ധാത്മാവ് ഒരാളുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്ന എപ്പോഴാ? വചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 2-ാം വാക്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ആക്ട്സ് ചാപ്റ്റർ 19 വേഴ്സ് 2. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അപ്പൊ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ എന്ത് മതി? വിശ്വസിക്കുക. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പോ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്ന എപ്പോഴാ? വിശ്വസിക്കുക. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അനുവദിക്കുക എന്നർത്ഥം. എങ്ങനെ? വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. പരിശുദ്ധാത്മാവിനെ അനുവദിക്കാൻ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം. യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആരെ നമ്മൾ അനുവദിക്കുക? പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. അപ്പൊ നിങ്ങൾ നല്ലപോലെ എന്നെ ശ്രദ്ധിക്കണേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവിനെ വിശ്വസിക്കണം. അപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുവദിക്കുന്നത്. അപ്പൊ ഒരുവൻ വാതിക്കൽ നിന്ന് മുട്ടും. നമ്മുടെ കർത്താവിന്റെ വാതിക്കൽ നിന്ന് മുട്ടും. വാതിക്കൽ നിൽക്കുന്ന ഒരാൾ ആരാണ്? യേശു. വാതിക്കൽ നിൽക്കുന്ന ആരാ? യേശു. അതുപോലെ തന്നെ യാക്കോബിൽ എഴുതി വെച്ചിരിക്കുകയാണ്, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു. എന്തുവാ? പാപം, സിൻ. യേശു വാതിക്കൽ നിൽക്കുക, പാപവും വാതിക്കൽ നിൽക്കുക. ആരാ എൻട്രി ചെയ്യുന്നേ? നിങ്ങൾ ആരെ അനുവദിക്കുന്നോ അയാളെ എൻട്രി ചെയ്യും. അതായത് നിങ്ങള് നല്ല പോലെ നിങ്ങളുടെ മനസ്സിലൊന്ന് ഇരുത്തിച്ചിരിക്കുക. കാരണം ഇവിടെ കേട്ടിട്ട് നിങ്ങളിതിനെ ഈ കച്ചട ബാഗിൽ ഇട്ട് കളയുന്ന പോലെ കളഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന വേറെ തോട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ കെട്ടി ഫില്ല് ചെയ്യരുത്. നിങ്ങൾ നല്ലപോലെ കേൾക്കണം. ഇത് നല്ലപോലെ കേൾക്കണം. ഇഫ് യു അലൗ ഹോളി സ്പിരിറ്റ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുവദിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ പണിയും. അതെവിടെയാണെന്നറിയാം അനുവദിക്കേണ്ടത്? ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് എല്ലാ സാഹചര്യവും അനുകൂലമായിരിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം സന്തോഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതൊന്നും ഇമ്പോർട്ടൻ്റേ അല്ല. പക്ഷെ സാഹചര്യമെല്ലാം നിങ്ങൾക്ക് എതിരാ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എത്രത്തോളം സന്തോഷം വരുന്നു, അതാണ് നിങ്ങളുടെ സ്പിരിച്വൽ മനുഷ്യന്റെ സ്ട്രെങ്തിനെ നിശ്ചയിക്കുന്നത്. അതായത് ഞാനിപ്പോ ഈ പറയുന്ന കാര്യം, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കും. ആരെ അനുവദിക്കുക? പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. അപ്പൊ യേശു വാതിക്കൽ നിൽക്കുന്ന പോലെ തന്നെ വേറെ ഒരാളും കൂടെ വാതിക്കൽ നിൽപ്പുണ്ട്. എന്താണ്? പാപം. അപ്പൊ പാപം നിങ്ങളിൽ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവിനെ അനുവദിച്ചതുപോലെ തന്നെ പാപത്തെയും അനുവദിക്കണം. അനുവദിച്ചാലേ പ്രവേശിക്കുന്നുള്ളൂ. അപ്പോ യേശുവിനെ അനുവദിച്ചത് എപ്പോഴാണ്? യേശുവിനെ
വിശ്വസിച്ചപ്പോൾ. പിശാചിനെ എപ്പോഴാണ് നിങ്ങൾ അനുവദിക്കുന്നത്? പിശാചിനെ വിശ്വസിക്കുമ്പോ. എന്ന് പറഞ്ഞ ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊരു കല്യാണ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിയൽ 3 പ്രാവശ്യം നിങ്ങൾ ചോദിച്ചു, അവർ 3 പ്രാവശ്യം കൊണ്ട് തന്നു. 4ാം പ്രാവശ്യം ചോദിച്ചപ്പോഴത്തേനും അവൻ ചൂടായി. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ആ കഴിച്ച അത്രയും ഭക്ഷണത്തെ കുറ്റം പറയും, വിളമ്പി അവരത്രയും കുറ്റം പറയും. നിങ്ങൾ എപ്പോഴാണ് ആ ഒരു വ്യക്തിയോട് ഇറിറ്റേറ്റഡ് ആകുന്നത്? ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്യാണ്, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അയാളെ കൺട്രോൾ ചെയ്യുന്ന സ്പിരിറ്റ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ വാതിൽ തുറന്നു കൊടുക്കുക. എന്ന് പറഞ്ഞ് ഞാനൊരു കാര്യം പറയാം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എന്ന് വചനത്തിൽ എഴുതാൻ കാരണം എന്നറിയാം. നിങ്ങൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്താൽ തിന്മയുടെ വാതിൽ നിങ്ങൾ തുറന്നു കൊടുക്കുക. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഒരു ദിവസം ഒന്ന് എടുത്തിട്ട് നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ അഡിക്റ്റഡ് ആയിട്ട് അത്രത്തോളം സ്നേഹിക്കുന്നവരാരാ? നിങ്ങളൊന്ന് ഒരു സൈക്കോളജിക്കലി ഒരു വർക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ സോള് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പഠിച്ചേ. എന്നിട്ട് അവരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാന്ന് നിങ്ങളത് മനസ്സിലാക്കിക്കേ. ഓൾമോസ്റ്റ് 80% അയാളുടെ ക്യാരക്ടർ നിങ്ങളിൽ കാണും. സെയിം ടൈം നിങ്ങൾ വെറുക്കുന്ന ഒരാളും നിങ്ങൾക്ക് കലിയാണ് അയാളെ കാണുമ്പോൾ തന്നെ. വേറെ എല്ലാ കാര്യവും കാണുമ്പോഴും അദ്ദേഹത്തിന്റെ അയാളുടെ സംസാര രീതിയോ അദ്ദേഹത്തിന്റെ ഭാവമോ പ്രകൃതമോ അത് കണ്ടാൽ മതി. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിനകത്തൊരു പ്രശ്നങ്ങൾക്ക് ശപിക്കാൻ തുടങ്ങും, നമ്മൾ വെറുക്കാൻ തുടങ്ങും, നമ്മൾ എന്തെല്ലാം. നിങ്ങൾ ഒരു അല്പസമയം ഇരുന്ന് ചിന്തിച്ചു നോക്കുകയും ഒരു 80% their weakness is in you. അവരുടെ എല്ലാ ബലഹീനതകളും നിങ്ങൾ കാണും. പക്ഷേ നിങ്ങൾക്കൊരു പ്രാപ്തിയുണ്ട്. എന്താണെന്നറിയാമോ? ഹൈഡ് ചെയ്യാൻ ഒരു പ്രാപ്തി ഉള്ളത് കൊണ്ട് ആ ക്യാരക്ടർ മറിഞ്ഞ് നിങ്ങളിൽ ഇരിക്കുക. പക്ഷെ സ്ലോലി 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 അയാളെ പോലെ നിങ്ങളായി മാറും. ഞാനൊരു കാര്യം പറയാം. പിശാചിനെ അനുവദിക്കരുത്, പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. അപ്പൊ ഇത് എവിടെയാ തുറന്നു കൊടുക്കുന്നത്? ഹൃദയത്തിൽ ഓപ്പൺ ആക്കുക, ഹാർട്ട്. ആമേൻ. അതായത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്തുകൊണ്ടാണ് വചനത്തിൽ പറയുന്നതെന്നറിയോ? നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. എന്താണെന്നറിയോ? നിങ്ങൾ ചിന്തിച്ചു നോക്കണേ. അതായത് ഞാൻ ഇവിടെ നിന്നോണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരാള് തകർന്ന് കാണാണ്, ശരിയാണ്, എന്റെ മനസ്സിൽ ഇങ്ങനെ കലിപ്പ. അതെന്താണെന്നറിയോ? ഞാൻ വിചാരിക്കുന്നറിയോ? അവരുടെ ജീവിതത്തെ എന്റെ അകത്തിരിക്കുന്ന എന്തോ ഒരു പ്രശ്നം ഇങ്ങനെ, അതല്ല. സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? എന്റെ അകത്തിരിക്കുന്ന സ്പിരിറ്റ് എന്നെ തന്നെ നശിപ്പിക്കാനായിട്ട് എന്നെ പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? കൈയടിക്കാൻ പറ്റുന്ന വിഷയമൊന്നും പറയുന്നില്ലല്ലേ? അതായത് നിങ്ങളുടെ ഹാർട്ടിൽ ഒരാളോട് കയ്പെന്ന് പറഞ്ഞാൽ ബെയറബിൾ അല്ല, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ നമ്മുടെ മനസ്സിനകത്തൊക്കെ ചിലപ്പോ ചില സമയത്ത് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. എനിക്ക് ചില സമയത്ത് അങ്ങ് കൺട്രോൾ ചെയ്യാൻ മേലാത്ത പോലെ ചില പ്രയാസമില്ല. പക്ഷെ അപ്പൊ തന്നെ വചനത്തിന് മുമ്പിൽ ഇരുന്നാൽ ഒരു കുറച്ചു നേരം ടങ്സിൽ ആരാധന ചെയ്ത് നമ്മുടെ മൈൻഡ് കാം ആൻഡ് ക്വയറ്റ് ആവും. നമ്മൾ എന്തിനാ അങ്ങനെ ചിന്തിച്ചെന്ന് കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ജീവിതത്തെ തകർക്കുക എന്ന് പറയുന്നത് പിശാചിന്റെ ഒരു ഹിഡൻ പ്ലാനാ. ഞാനൊരു കാര്യം പറയാം. പിശാചിനെ എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളിലും എന്നിലും ഉണ്ടാകേണ്ട ഒരു പ്രത്യേകമായ ഒരു കഴിവുണ്ട്. ബിലീവ് ഇൻ ജീസസ്. എന്ത് ചെയ്യണം? യേശുവിനെ വിശ്വസിക്കുക. ആമേൻ. യേശുവിനെ വിശ്വസിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ അനുവദിക്കുകയാണ്. എന്ത് ചെയ്യുക? പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ അനുവദിക്കുകയാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹല്ലേലൂയ കർത്താവ് നമ്മളിൽ പ്രവർത്തിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക? അനുവദിക്കുക. നമ്മൾ എന്ത് ചെയ്യുക? പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ അനുവദിക്കുക. അപ്പൊ യേശുവിനെ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നെങ്കിൽ അവൻ പിശാചിനെ വിശ്വസിക്കും. അഥവാ യേശുവിനെ അവിശ്വസിക്കുമ്പോൾ ആരെ അനുവദിക്കുക? പിശാചിനെ. അപ്പൊ പിശാച് എന്ത് ചെയ്യും? കിട്ടിയ അവസരം മുതലാക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളിൽ രൂപാന്തരം ഉണ്ടാകേണ്ടത് സാഹചര്യങ്ങളിലല്ല, നമ്മുടെ ചുറ്റുപാടുകൾ. ഒരു സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറുകയല്ല, ഒരു കൂട്ടുകെട്ട് വിട്ട് വേറൊരു കൂട്ടുകെട്ടിലേക്ക് മാറുകയല്ല, ഒരു ബിസിനസ് വിട്ട് വേറൊരു ബിസിനസ്സിലേക്ക് മാറുകയല്ല, ഒരു സ്കൂൾ വിട്ട് വേറൊരു സ്കൂളിലേക്ക് മാറുകയല്ല, ഒരു ജോലി വിട്ട് വേറൊരു ജോലിയിലേക്ക് മാറുകയല്ല. നിങ്ങൾ തീരുമാനിക്കണം. എന്റെ ജീവിതത്തിന്റെ വളർച്ചയും ഉയർച്ചയും നാട്ടുകാരോ സാഹചര്യമോ തീരുമാനിക്കുന്ന പോലല്ല, ഞാൻ തീരുമാനിക്കുന്ന പോലെ എന്റെ ചുറ്റുപാടുകൾ എന്ന് നിങ്ങളുടെ മൈൻഡിനെ കർത്താവിന്റെ കരങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളിലൂടെ വെളിപ്പെടുന്ന ദൈവശക്തി ചുറ്റുപാടുകളെ മാറ്റിമറിക്കുന്നത് നിങ്ങൾ കാണും. ആമേൻ. ഹല്ലേലൂയ. യേശുവിനെ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. ആമേൻ. ഹല്ലേലൂയ. യേശുവിനെ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. ഞാൻ നിങ്ങളോട് കാര്യം പറയാം. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആമേൻ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ചിന്തിച്ചല്ലോ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്റെ ശത്രുക്കൾ കാണുക ദൈവം എനിക്ക് വിരുന്നൊരുക്കുന്നു. ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? ശത്രുക്കളുടെ മുമ്പിൽ എനിക്ക് നല്ല സദ്യ ഒരുക്കി നല്ല ഭക്ഷണം. ഞാൻ ചോദിക്കട്ടെ, ശത്രുക്കളുടെ മുമ്പിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് എന്താ കാര്യം? ശത്രുവിന് മുമ്പിൽ പോയിരുന്ന് വയറുനിറയെ ഭക്ഷണം കഴിച്ചിട്ടാ ശത്രുവിന് മുമ്പിൽ കർത്താവ് എനിക്ക് പപ്പടം പൊട്ടിച്ച് പായസം കഴിക്കാൻ അവസരം തന്നു, ഹല്ലേലൂയ സ്തോത്രം. ഇത് പറയുന്നത് വല്ല കാര്യമുണ്ടോ? ശത്രുവിന് മുമ്പിൽ ഒരുക്കുന്ന മേശ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ശത്രു ഹല്ലേലൂയ അയാളുടെ മുമ്പിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ചതുകൊണ്ടോ, അയാളുടെ മുമ്പിൽ നിങ്ങളുടെ വലിയ വീട് വെച്ചതുകൊണ്ടോ, ഒരു കാറ് മേടിച്ചതുകൊണ്ടോ, ഹല്ലേലൂയ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഒരു അല്പം മുന്നോട്ട് പോയത് കൊണ്ടോ അല്ല നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശത്രുവിന് മുമ്പിൽ മേശ ഒരുക്കുന്നത്. ശത്രുക്കൾ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുമ്പോഴും സ്വസ്ഥമായ മനസ്സോടുകൂടെ നീ ജീവിക്കുന്നില്ലേ, അതാണ് ശത്രുവിന് മുമ്പിൽ ഒരുക്കുന്ന മേശ. അതുകൊണ്ടാണ് ഹല്ലേലൂയ 23 സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ആമേൻ ഹല്ലേലൂയ അവൻ മേശ ഒരുക്കുന്നെന്ന് പറയുമ്പോൾ 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുക, അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ശത്രുക്കൾ എന്റെ ചുറ്റിലുമുണ്ട്, പ്രതികൂലം എന്റെ ചുറ്റിലുമുണ്ട്. ആ പ്രതികൂലങ്ങളുടെ നടുവിൽ എന്റെ മനസ്സിനകത്ത് വലിയൊരു ശാന്തത, ഒരു വലിയ ശാന്തത. അവൻ എന്റെ അകത്ത് വലിയൊരു ശാന്തത. എന്താ കാര്യം എന്നറിയാമോ? എനിക്കൊരു കാര്യം അറിയാം, ഞാൻ കൂരൊരു താഴ്വരയ്ക്കിടെ നടന്നാലും എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനെ കുറിച്ചുള്ള ബോധ്യം വരുമ്പോ എന്റെ പ്രാണനിൽ ഒരു വലിയ തണുപ്പ. ആ തണുപ്പ് എന്റെ അകത്ത് വരുമ്പോൾ ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് വിരുന്നൊരുക്കുന്നത് ഇവിടെ ആ 3 കാര്യങ്ങൾ 4 കാര്യങ്ങളൊന്ന് വായിക്കണം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? യഹോവയുടെ ഇടയനാകുന്നതുകൊണ്ട് എനിക്ക് ഒരു കുറവുമില്ല. 2-ാം വാക്യം പറയുന്നത് അവൻ എന്റെ പ്രാണനെ അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു. ഞാനൊരു കാര്യം പറയാം, ഈ 2 വാക്യങ്ങളെ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. അവൻ ഒരു കുറവുമില്ലാതെ കർത്താവ് നമ്മെ നടത്തുന്ന എന്തിനാണെന്നറിയാമോ? നമ്മൾ ഭക്ഷണം കഴിച്ച് വണ്ണം വെക്കാനായിട്ടല്ല, അല്ലെങ്കിൽ പച്ചയായ പുൽപ്പുറം കൊണ്ട് കിടത്തുന്നത് അവിടുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടല്ല, വെള്ളത്തിന്റെ അരികെ കൊണ്ട് നടത്തുന്നത് അവിടുന്ന് വെള്ളം കുടിച്ച് ശരീരത്തെ തൃപ്തിപ്പെടുത്താനല്ല. അവൻ ഇതിലൂടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മുടെ പ്രാണൻ തണുക്കണം, നമ്മുടെ അകത്തൊരു സ്വസ്ഥത ഉണ്ടാകണം. ഞാൻ പറയട്ടെ, ആമേൻ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എത്രത്തോളം സമ്പത്ത് നിങ്ങൾക്ക് ലഭിച്ചാലും, എത്രമാത്രം നിങ്ങൾ ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ടാലും, നിങ്ങളുടെ പ്രാണൻ തണുക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ പ്രാണൻ തണുക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, when ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, restoration happen in your soul. നിങ്ങളുടെ പ്രാണനിൽ ഒരു തണുപ്പ് വരിക. ചുറ്റുപാടുകളിൽ വിഷയമാണ്, നാട്ടുകാരെല്ലാം എതിരെ നിൽക്കുക, ആമേൻ, സാഹചര്യങ്ങൾ എതിരാണ്, സാമ്പത്തികമായിട്ട് അത്ര ഭദ്രതയല്ല, ജോലിയിൽ സ്ട്രെസ് ഉണ്ട്, ബിസിനസ്സിനകത്ത് തകർച്ചയുണ്ട്, കുടുംബജീവിതത്തിനകത്ത് സ്ട്രെസ് ഉണ്ട്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ സ്ട്രെസ് ഉണ്ട്, അവരുടെ ഭാവിയെ കുറിച്ച് കുറച്ച് ടെൻഷൻ ഉണ്ട്. ഇതിനെല്ലാം നടുവിൽ പ്രാണനിൽ ഒരു വലിയ തണുപ്പ്, പ്രാണനിൽ ഒരു വലിയ തണുപ്പ്. ഈ തണുപ്പുള്ളവന്റെ മുമ്പിലാ ദൈവം മേശ ഒരുക്കുന്നത്. ഈ തണുപ്പുള്ളവനെയാ അവൻ നന്മയും കരുണയും അവന്റെ ആയുഷ്കാലം ഒക്കെ അവനെ പിന്തുടരും. ആരെയാണെന്നറിയാമോ? പ്രാണൻ തണുത്തിരിക്കുന്നത്. എനിക്കൊരു കാര്യം അറിയാം, എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്, എന്നെ തെരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്നെ തെരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്.
എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. അവൻ എന്നെ അന്ത്യത്തോളം നടത്തുമെന്ന് എന്റെ അകത്തൊരു ബോധ്യമുള്ളത് കൊണ്ട് ആ ബോധ്യത്തിൽ തണുത്തിരിക്കുന്ന പ്രാണൻ, അസ്വസ്ഥതയില്ലാത്തൊരു പ്രാണൻ, അസ്വസ്ഥതയില്ലാത്തൊരു പ്രാണൻ. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ടവരെ, അവിടെ ആമേൻ എന്താണ് നമ്മുടെ മനസ്സിനകത്തുണ്ടാകേണ്ട മാറ്റം? അത് വളരെ ഇമ്പോർട്ടന്റ്. നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട മാറ്റം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷെ മനുഷ്യൻ വീണുപോയതിനെ കുറിച്ച് പറയുന്നത് 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, എന്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കൽ. ഉൽപ്പത്തി പുസ്തകം 6:3. അവൻ ജഡം തന്നെയല്ലയോ? അതിന് 5-ാം വാക്യം എഴുതിയിരിക്കുകയാണ്, വേഴ്സ് 5 എഴുതിയിരിക്കുക, അവൻ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളൊക്കെയും, അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും, അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു. ദൈവം മനുഷ്യനെ നശിപ്പിക്കാൻ കാരണം അവൻ തെറ്റ് ചെയ്തത് കൊണ്ടല്ല, ഹൃദയ നിരൂപണങ്ങളകത്ത് ദോഷം വന്നതുകൊണ്ടാണ്. ആമേൻ. പ്രിയപ്പെട്ടവരെ, 4 പേര് ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നു. കർത്താവ് കട്ടില് കണ്ടിട്ടല്ല, ചുമന്നുകൊണ്ട് വന്നവരുടെ മസില് കണ്ടിട്ടല്ല, ചുമന്നുകൊണ്ട് കൊണ്ടുവന്നവരുടെ അവരുടെ വേർപ്പ് കണ്ടിട്ടല്ല, ഈ കിടക്കുന്നവന്റെ അവന്റെ മുട്ടും കൈയും കാലും ഒക്കെ തളർന്നൊടിഞ്ഞിരിക്കുന്നോണ്ടല്ല. പക്ഷെ കർത്താവ് അവിടെ പ്രവർത്തിക്കാൻ കാരണം അവരാരും കാണാത്തൊരു കാര്യം കർത്താവ് കണ്ടു, അവരുടെ വിശ്വാസത്തെ അവൻ കണ്ടു. ഈ കാല് മടങ്ങിയിരിക്കുന്നവനെ എല്ലാരും കണ്ടു, ചുമന്നുകൊണ്ട് വരുന്ന കിടക്ക എല്ലാരും കണ്ടു, പക്ഷെ ആരും കാണാത്തൊന്നുണ്ട്, അവന്റെ അകത്തൊരു വിശ്വാസം. ഈ കൊണ്ടുവന്ന 4 പേരുടെ അകത്തൊരു വിശ്വാസമുണ്ട്. എന്നെ പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളുടെ പ്രവൃത്തികളെ കണ്ടിട്ടില്ല, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ അകത്തെ, നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തെ അറിഞ്ഞ് ആ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾക്ക് തക്കവണ്ണം ഇടപെടുന്ന ഒരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ഹൃദയത്തിൽ ഒരു തരി, ഒരൽപ്പം പോലും നിങ്ങളുടെ അകത്ത് വെറുപ്പോ കയ്പോ വിദ്വേഷമോ ആമേൻ അത് നിങ്ങളുടെ അകത്ത് വാഴാൻ അനുവദിക്കരുത്. നിങ്ങളുടെ അകത്ത് വാഴാൻ അനുവദിക്കരുത്. പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് കാര്യം പറയാം. തോൽക്കാൻ പേടിയുള്ളവൻ ഒരിക്കലും ജയിക്കത്തില്ല. തോൽക്കാൻ പേടിയുള്ളവൻ ഒരിക്കലും ജയിക്കത്തില്ല. ഞാനൊരു കാര്യം പറയാം, തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്തവൻ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടത്തില്ല. നമുക്ക് അബ്രഹാമിനെ കുറിച്ച് വചനം പറഞ്ഞ വിശ്വാസികളുടെ പിതാവെന്ന ലോത്ത് കൂടിറങ്ങി വന്ന ലോത്ത സമർത്ഥമായിട്ട് അവനും ഈ അബ്രഹാമിനെ പോലെ തന്നെ ലോത്തും ഫ്ലറിഷ്ഡായി, ശരിക്കും ധനവാനായി. ആ സമയത്ത് ഇടയന്മാര് തമ്മിലൊരു വഴക്ക്. ഇടയന്മാര് തമ്മിലുണ്ടായ വഴക്ക് ഇവര് തമ്മിലുള്ളൊരു അകൽച്ചയ്ക്ക് കാരണമായി. അബ്രഹാം പറഞ്ഞൊരു കാര്യമാണ്, ലോത്തെ, നമ്മൾ തമ്മിൽ വഴക്കൊന്നും വേണ്ട, എനിക്ക് സ്വത്തും സമ്പത്തും ഒന്നുമല്ല ഇമ്പോർട്ടന്റ്. പക്ഷെ എനിക്കൊരു കാര്യമാണ്, എന്റെ മനസ്സിനകത്ത് സ്വസ്ഥതയില്ലെങ്കിൽ എനിക്കറിയാം കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ എനിക്ക് പറ്റത്തില്ല, കർത്താവിനെ അനുഗ്രഹിക്കപ്പെടാൻ കഴിയത്തില്ല. എനിക്കൊരു കാര്യമുണ്ട്, എനിക്ക് പൈസ വേണ്ട, എനിക്ക് ആടും സമ്പത്തും ഒന്നുമല്ല വേണ്ടത്, എനിക്കൊരു കാര്യം മാത്രം മതി, എനിക്ക് കർത്താവിനോടുള്ള ബന്ധം. അത് നിലനിർത്താൻ നമ്മൾ തമ്മിലുള്ള വഴക്ക് തടസ്സമാണോ? ലോത്തെ, നീ ബെസ്റ്റ് എന്ന് തെരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. അബ്രഹാം തോറ്റു കൊടുത്തു. ലോത്ത് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഇത്രയും ചുറ്റുപാടുകളുള്ളതില് ഏറ്റവും നല്ല സ്ഥലം യോർദാന്റെ കിഴക്കുള്ള സ്ഥലമാണ്, നല്ല നീരൊഴുക്കുള്ള സ്ഥലമാണ്. ലോത്ത് പറഞ്ഞു, അതെനിക്ക് മതി. അബ്രഹാം പറഞ്ഞു, ഞാൻ തോക്കുക ലോത്ത് നിന്റെ മുമ്പിൽ, ഞാൻ തോക്കുക നിന്റെ മുമ്പിൽ. അബ്രഹാം തോറ്റു കൊടുത്തപ്പോ, അബ്രഹാം തല കുനിച്ചപ്പോ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ തല ഉയർത്തി. അതിനകത്ത് 2 വ്യത്യാസമായ കാര്യം നമ്മൾ ഒരു ദിവസം ചിന്തിച്ചതാണ്. പക്ഷേ ഹല്ലേലൂയ, ആമേൻ, ഇന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ലോത്ത് യോർദാന് കിഴക്കുള്ള പ്രദേശമൊക്കെ നീരൊഴുക്കുള്ളതെന്ന്
കണ്ടു. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു അല്ലെ, നമ്മുടെ സന്തോഷത്തിന്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തില്, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 13-ാമത്തെ അധ്യായത്തില് ആണ് സംഭവം എഴുതിയിരിക്കുന്നത്. അവിടെ അതെല്ലാം നീരൊഴുക്കുള്ളതെന്ന് കണ്ടു. അതിന്റെ 11-ാം വാക്യം, 10-ാം വാക്യം. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. ലോത്ത് നോക്കി കണ്ടു. ആലോടി, അപ്പൊ ചിന്തിച്ചു നോക്കിക്കേ, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ലോത്ത് കണ്ടു. പക്ഷേ ഹല്ലേലൂയ, ലോത്തിന്റെ ഇഷ്ടപ്രകാരം കണ്ടപ്പോ ഹല്ലേലൂയ ആമേൻ, അബ്രഹാം തലകുനിച്ചിരുന്നപ്പോ ഹല്ലേലൂയ ദൈവം ആമേൻ 14-ാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് വന്ന് പറയുക, ലോത്ത് സ്വന്തം ഇഷ്ടപ്രകാരമാ നോക്കിയത്. എന്നാൽ ഞാൻ പറഞ്ഞിട്ട് അബ്രഹാമേ, ഞാൻ പറഞ്ഞിട്ട് നീ ഒന്ന് നോക്ക്. ലോത്ത് തന്റെ ബുദ്ധിക്കാ നോക്കിയത്, അബ്രഹാം നോക്കിയത് തന്റെ ബുദ്ധിക്കല്ല. ദൈവം പറഞ്ഞിട്ടൊരു നോട്ടം നോക്കി. ദൈവം നോക്കി പറഞ്ഞിട്ട് എന്നാ നോട്ടമാ നോക്കിയെന്നറിയാമോ? കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും നോക്കിയിട്ട് അബ്രഹാം പറഞ്ഞു, എനിക്കൊരു കാര്യം അറിയാം, എന്നോട് പ്രോമിസ് ചെയ്തൊരു ദൈവമുണ്ട്. ആമേൻ. ലോത്തിന് മുമ്പിൽ ഞാൻ തോറ്റുകൊടുത്തതല്ല. എന്റെ ഹാർട്ടിനകത്ത് ഒരൊറ്റ കൺസേൺ ഉള്ളൂ, ഐ നീഡ് ടു പ്ലീസ് മൈ ഗോഡ്. നിങ്ങള് ദൈവവചനത്തിൽ മുഴുവൻ നിങ്ങൾ വായിച്ചു, സുവിശേഷങ്ങളെ മുഴുവൻ നിങ്ങൾ വായിച്ചു. ഒരു ചാപ്റ്റർ വിട്ട് അടുത്ത ചാപ്റ്റർ, ഒരു വാക്യം വിട്ട് അടുത്ത വാക്യം മുഴുവൻ നിങ്ങൾ വായിച്ചു. നിങ്ങൾക്ക് അവിടെ എല്ലാം കാണാൻ സാധിക്കും. യേശു ആത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, യേശു ആത്മാവിൽ ഞരങ്ങി, യേശു ആത്മാവിൽ ആനന്ദിച്ചു, യേശു ആത്മാവിൽ നിറഞ്ഞു, യേശു ആത്മാവിന്റെ ശക്തി പ്രാപിച്ചു. എന്നാൽ പ്രിയപ്പെട്ട ഹല്ലേലൂയ, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ്, എന്റെ സോൾ, എന്റെ പ്രാണൻ മരണവേദനയാൽ പിടയുന്നു. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ സ്ഥലത്ത് യേശു പറഞ്ഞത്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാത്രം മാറ്റണം. വേറൊരൊറ്റ സ്ഥലത്ത് അവൻ പിതാവിന്റെ പദ്ധതിയുടെ ഓപ്പോസിറ്റ് ചിന്തിച്ചില്ല. ഓപ്പോസിറ്റ് അല്ല, അതിനൊരൽപ്പം പോലും മാറി ചിന്തിച്ചില്ല. പക്ഷേ തന്റെ ഉള്ളം, തന്റെ സോൾ, എപ്പോഴാണോ സോൾ റലത്തിൽ യേശു ഒരു സെക്കൻഡ് നേരത്തേക്ക് ചിന്തിച്ചത്, അവിടെ പറയുക പറ്റുമെങ്കിൽ പാനപാത്രം മാറ്റണം. പക്ഷെ അടുത്ത നിമിഷം പറയുക, ആത്മാവ് ഒരുക്കമുള്ളതായി തീർന്നപ്പോ അവൻ പറയുക, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. ഈ കഴിഞ്ഞ ഫ്രൈഡേയും ഇന്നും ഏകദേശം സമാന അർത്ഥത്തിലാണ് മെസ്സേജ് പോകുന്നത്. എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം, നമ്മുടെ ജീവിതത്തിനകത്ത് ചിലതിനെ കർത്താവ് പണിതെടുക്കാൻ പോവാ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, ലോത്ത് നോക്കി, അത് തന്റെ സ്വന്തം ബുദ്ധിക്ക് നോക്കിയതാ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഫിസിക്കലി നിങ്ങളുടെ ജഡത്തിനൊത്തമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമോ, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമോ, നിങ്ങളുടെ ആത്മീക കാര്യമോ, നിങ്ങളുടെ ഭൗതിക കാര്യമോ, ഒരു കാര്യത്തെയും ജഡപ്രകാരം മനസ്സിൽ തോന്നുന്നത് പോലെ, ജഡത്തിൽ തോന്നുന്നത് പോലെ ഡിസൈഡ് ചെയ്യാതെ നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ അതിനപ്പുറമായിട്ട് എനിക്ക് ആത്മാവിൽ നടത്തപ്പെടുന്ന നിലയിൽ ഹല്ലേലൂയ ആമേൻ നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, നമ്മുടെ ചിന്തകളെ ഒന്ന് പണിയാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നാം അത്ഭുതം കണ്ടിരിക്കും. അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞ, ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം ഹല്ലേലൂയ കർത്താവ് പറഞ്ഞ കാര്യമേ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ നോക്കുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും എന്ന് ദൈവം അരുളി ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ഹാർട്ടിനെ ക്ലീൻ ചെയ്യണം, നമ്മുടെ ഹൃദയത്തെ ക്ലീൻ ചെയ്യണം, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം Proverbs chapter 23 verse 7. ഹല്ലേലൂയ. സദൃശവാക്യം 23-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. സദൃശവാക്യം 23-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. For as he thinketh in his heart, so is he. മനുഷ്യൻ ഹൃദയത്തിൽ അത്
ഈ നമ്മുടെ മലയാളത്തില് വായിച്ചാൽ അത് അത്രയും അങ്ങനെ മനസ്സിലാത്ത തമിഴിലൊന്ന് പഠിக்கிறீங்களா ബ്രദർ? തമിഴിലൊന്ന് പഠിக்கிறீங்களா? നീതിമൊഴികൾ 23:7 അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ നനയ്പത് പോലെ അവൻ ഇരിക്കുകയാണ്. അവന്റെ ഹൃദയത്തിൽ അവൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അങ്ങനെയായി തീരുവാൻ. നിങ്ങൾ വിചാരിക്കുക എനിക്ക് പോകുന്നിടത്തെല്ലാം ശത്രുക്കളാ, അങ്ങനെ ആയിരിക്കും. ഞാൻ തൊടുന്നതെല്ലാം സാധിക്കും. ചിലപ്പോ നമ്മളവരെ കുറിച്ച് പറയൂ ഭയങ്കര പ്രൈഡായ ആൾക്ക്, പറഞ്ഞോട്ടെ. പക്ഷെ നിങ്ങളുടെ ഹാർട്ടിനകത്ത് നിങ്ങൾ എന്ത് വിചാരിക്കുന്നോ അതുപോലെ നിങ്ങള്, അല്ലാതെ നാട്ടുകാര് നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നവരല്ല. മറക്കരുത്, നിങ്ങളുടെ ചുറ്റുപാടുകൾ കൊത്തവണ്ണമല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയാകും നിങ്ങളുടെ ചുറ്റുപാട്. അത് എന്താ കുഴപ്പമെന്നറിയോ? നമ്മൾ ഈ ചെറുപ്പം മുതൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുക, നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങള് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്ന് ഒന്ന് ചിന്തിക്കാൻ പറഞ്ഞ നിങ്ങളോട് ഇവിടെ പറയുകയാണ്. ഇപ്പൊ ഇവിടെ നിന്ന് പറയാ, നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്ന് ചിന്തിച്ചേ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കണ്ണടച്ച് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അതായത് നിങ്ങളോട് ഇപ്പൊ പറയുകയാണ്, നിങ്ങൾ ഈ അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഒരു അവസരം കിട്ടി, അടുത്ത ആഴ്ചയല്ല, നിങ്ങൾ അടുത്ത ആഴ്ച, നിങ്ങൾ കുറെ വർഷം കഴിഞ്ഞ് ഇലക്ഷനിൽ ചെന്ന് ജയിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നിങ്ങൾ എന്തെല്ലാം ചെയ്യും എന്ന് ചിന്തിക്കാൻ പറഞ്ഞ് നിങ്ങൾ കണ്ണുടച്ച് ചിന്തിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് ഭാഷയിലായിരിക്കും ചിന്തിക്കുന്നത്? പറഞ്ഞേ, നിങ്ങൾ ഏത് ഭാഷയിലായിരിക്കും ചിന്തിക്കുന്നത്? പറഞ്ഞേ, നിങ്ങളുടെ മദർ ടങ്ങിലായിരിക്കും അല്ലേ? നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്കറിയാത്തൊരു ഭാഷ നിങ്ങൾ ചിന്തിക്കത്തില്ല. അപ്പൊ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ഭാഷയോട് കണക്റ്റഡാ. യുവർ തോട്ട്സ് ആർ ഓൾവേസ് കണക്റ്റഡ് വിത്ത് യുവർ ലാംഗ്വേജ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കേൾക്കുന്ന കാര്യ ലാംഗ്വേജ് അല്ലേ, മുട്ടിഞ്ഞു പോകും, തകർന്നു പോകും, ആ മുട്ടിഞ്ഞത്, അത് തകർന്നത്, അത് ശരിയാ. ഇത് കേട്ട് ഈ ഭാഷ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ തോട്ട്. പക്ഷെ നിങ്ങൾ ഒരാളുടെ കൂടെ നടക്കുക, അയാൾ പണി നോക്കാൻ പറ, കർത്താവ് നിന്നെ മാനിക്കും, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, കർത്താവ് നിന്നെ മാനിക്കും, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, കർത്താവ് നിന്നെ മാനിക്കും, കർത്താവ് നിന്നെ മാനിക്കും. ഈ ഭാഷ മാത്രം, ഈ ലാംഗ്വേജ് അത് കേട്ട് വന്നെങ്കിൽ നീ ചിന്തിക്കുമ്പോൾ അതേ ചിന്തിക്കത്തുള്ളൂ. Your language is so connected with your thoughts. Your thoughts are so connected with your language. Amen. It's nothing about the language, but it's slang. It is എന്താ ഞാൻ പറഞ്ഞു ഭാഷ എന്ന അർത്ഥത്തിലല്ല, നിങ്ങളുടെ മനസ്സിനകത്തുണ്ടല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾ 3 പേര് കൂടി ഇരിക്കുമോ, നിങ്ങൾ 5 പേര് കൂടി ഇരിക്കുമോ, നിങ്ങൾ 10 പേര് കൂടി ഇരിക്കുമോ, നിങ്ങൾ 2 പേര് കൂടി ഇരിക്കുമോ, നിങ്ങൾ ദൈവവചനം പറയുക. അന്ന് അവിടെ ഒരു സാക്ഷ്യം നടന്നു, അവിടെ ഒരു അത്ഭുതം നടന്നു, ഇന്ന സ്ഥലത്ത് ഒരു അത്ഭുതം നടന്നു, ഇന്ന ദേശത്തുണർവ് നടന്നു. നിങ്ങൾ ഇതാണ് പറയുന്നതെങ്കിൽ, your language is so connected with your thoughts. നിങ്ങൾ എപ്പോഴും അറിയുക, ഇന്ത്യയിൽ ഉണർവ് നടക്കുന്നു, ആ ദേശത്ത് ഉണർവ് നടക്കുന്നു, ഇവിടെ ഉണർവ് നടക്കുന്നു. ഇതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഇതാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, കർത്താവേ ഈ ദേശത്ത് ഉണർവ് അയച്ചതിനായി സ്തോത്രം. കാരണം ഉണർവ് നിങ്ങളുടെ ഭാഷ അകത്ത് കിടക്കുക. ഇല്ലില്ല, എല്ലായിടത്തും റിസഷനാണ് കേട്ടോ. അവിടെ എല്ലാം കണ്ടോ, എല്ലാ കടകളും പൂട്ടിക്കിടക്കുന്നുണ്ടോ, എല്ലായിടത്തും പോക്കൗട്ട്, എല്ലായിടത്തും ഭയങ്കര. ആ മറ്റേ കമ്പനിയിൽ 100 പേരുടെ ജോലി പോയി, ഇവിടെ 80 പേരുടെ ജോലി പോയി. ഈ ഭാഷയാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ, ആ ഭാഷ ലാംഗ്വേജ് ഈസ് സോ കണക്റ്റഡ് വിത്ത് യുവർ തോട്ട്സ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് സർജറി ചെയ്ത് സെമിനാറിൽ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത്, അപ്പം ഈ സർജറി, കാലിന്റെ സർജറി കഴിഞ്ഞ് പെട്ടെന്ന് നടക്കുമെന്നൊക്കെ പറഞ്ഞു, നടന്നില്ല. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു അച്ഛൻ്റെ അച്ഛൻ 2 പേരും കൂടെ കാണാൻ വന്നിട്ട് എന്നെ വന്നിട്ട് ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞു, സജി എത്ര ദിവസമായി? ഞാൻ പറഞ്ഞു, ഇത്ര ദിവസമായി. അപ്പൊ കൊച്ചമ്മ പറഞ്ഞു, നീ എന്തിനാ കാലിന്റെ ഈ ഇന്ന രീതിയിൽ സർജറി ചെയ്യാൻ എന്തിനാ നീ സമ്മതിച്ചേ? എന്റെ കസിൻ ഇങ്ങനെ സർജറി ചെയ്തിട്ട് ഇന്ന് വരെ നടന്നില്ല, ഇത്ര നാളെ ഇതുവരെ. അത് കേട്ടപ്പോ, ആ വാക്കെന്റെ ഉള്ളിലേക്ക് വീണപ്പോ, എന്റെ അസ്വസ്ഥത മാറുമെന്ന ചിന്തയിൽ നിന്ന് ഈ പെട്ടുപോയെന്നൊരു പേടി എന്റെ അകത്ത് വന്നു. ഞാൻ പറയാം, യുവർ തോട്ട്സ് ആർ സോ കണക്റ്റഡ് വിത്ത് യുവർ ലാംഗ്വേജ്. നിങ്ങൾ അറിയത്തില്ല കേട്ടോ, നിങ്ങൾ പോലും അറിയത്തില്ല. നിങ്ങൾ പറയുന്ന വാക്കുകൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മൈൻഡിനെ തന്നെ പൊല്യൂട്ടഡ് ആക്കും. അത് സ്ലോലി പിശാചിനെ എൻട്രി കൊടുത്തുകൊണ്ടിരിക്കും. എന്ത് ചെയ്യരുത് ഒരിക്കലും. അതുകൊണ്ടാണ് പറയുന്നത്, ചേഞ്ച് യുവർ വേർഡ്,
change your world. Hallelujah. Amen. Change your word, change your world. നിങ്ങളുടെ വാക്കുകളെ തിരുത്തുക, നിങ്ങളുടെ ലോകത്തെ തിരുത്തുക. Amen. ഞാൻ പറയാം, ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് പോലെ നമ്മളായിത്തീരും. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ജീവിതമായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യം. ലൂക്ക് chapter 6 verse 45. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ നിന്ന്, നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടമനുഷ്യൻ ദോഷമായതിൽ നിന്ന് ദോഷമായത് പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ജീവിതത്തിനകത്ത് ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ അകത്തുള്ളതാണ് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, നാം ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വാക്കുകളില് നമ്മൾ ചിലപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ പറയാറുണ്ടല്ലോ, ഹല്ലേലൂയ, ചിലർ അതൊരു ചെറിയ അഭിമാനമായിട്ട് പറയും. എനിക്ക് തോന്നുന്ന കാര്യം ഞാനങ്ങ് പറയും, ഞാൻ ആരെയും പേടിക്കത്തില്ല. ചിലർ പറയുന്ന ഒരു ഭാഷയുണ്ടല്ലോ, അതൊരു വലിയ പദവിയായിട്ടാ. ഇല്ലല്ല പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളുടെ മനസ്സിൽ വരുന്നത് പറയാൻ സാധിക്കുന്നതല്ല നിങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനം. യെസ്, എനിക്കറിയാം എവിടെ എന്ത് പറയണമെന്ന് എനിക്കറിയാം. ആ ഒരു നിലയിലെത്തുന്നതാണ് റിയലി നിങ്ങൾ അഭിമാനിക്കേണ്ടത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണം. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ, ദൈവവചനത്തെ, ദൈവത്തിന്റെ മഹത്വത്തെ, ദൈവത്തിന്റെ പ്രവൃത്തിയെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വത്തെ നിങ്ങളുടെ ഉള്ളിൽ നിറച്ചിട്ട്, സ്നേഹത്തെ നിങ്ങളുടെ അകത്ത് നിറച്ചിട്ട്, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ചെല്ലുന്നിടത്ത് സ്നേഹം വെതറാൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, ആമേൻ, നിങ്ങളുടെ അകത്ത് സ്നേഹം നിറയാൻ തുടങ്ങിയാൽ, നിങ്ങൾ ചെല്ലുന്നിടത്ത് സ്നേഹം വെതറാൻ തുടങ്ങും. ആമേൻ. സാഹചര്യങ്ങൾ മാറി 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 വരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ദിവസങ്ങളിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്, ഹല്ലേലൂയ, സാഹചര്യങ്ങൾ കൊത്തവണ്ണം ചലിക്കാനായിട്ടല്ല, സാഹചര്യങ്ങളെ ചലിപ്പിക്കുന്നവരായി മാറാനായിട്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വായിക്കാം ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. Philippians chapter 4 verse 8. Philippians chapter 4 verse 8. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും, ആമേൻ, രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അത് ഒക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. എന്ത് ചെയ്യാൻ പഠിക്കണം? നമ്മുടെ ചിന്തകളെ മാറ്റണം. നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റണം. നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റണം. നിങ്ങൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം, നിങ്ങൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം, നിങ്ങൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം ഉള്ള കാര്യം പറയാം. നിങ്ങൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം, നിങ്ങൾക്ക് വളരെ ഫ്രീഡം ഉള്ള ഒരാളുടെ അടുത്ത് നിങ്ങൾ എങ്ങനെ ഇടപെടുന്നോ അതാണ് നിങ്ങളുടെ ഒറിജിനൽ ക്യാരക്ടർ. എങ്ങനെ? ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ കാണുമ്പോ എങ്ങനെയാ സംസാരിക്കുന്നത്? ഹലോ ബ്രദർ, ഹൗ ആർ യു ബ്രദർ, ഹൗ ഈസ് എവരിതിങ് ബ്രദർ, ഓൾ തിങ്സ് ആർ ഗുഡ് ബ്രദർ, ബ്രദർ ബ്രദർ ബ്രദർ. ആ ബ്രദർ കേൾക്കുമ്പോൾ തന്നെ ആ പുള്ളി ഓർക്കും, ഇത് ഇപ്പം മോളിന്ന് ആത്മാവിൽ ഉരുവായി വന്നതാന്ന് ഓർക്കും. പക്ഷേ നല്ല ഫ്രീഡമുള്ളാണ്. പിന്നെ അവൻ വന്നിട്ട് സ്വോത്രം പറയാൻ വന്നിരിക്കുന്നത് സ്വോത്രം. പിന്നെ എന്താണെന്നറിയാം, നിങ്ങളുടെ റിയൽ ഫ്രീഡം ഉള്ള ഒരാളുടെ അടുത്തിരിക്കുമ്പോഴാണ് യുവർ റിയൽ ക്യാരക്ടർ വിൽ കം ഔട്ട്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്കൊരു ഭദ്രത ഉണ്ടായിരിക്കണം. നോ, എന്റെ അകത്ത് ക്രിസ്തു ഇരിക്കുക, രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും. എനിക്കൊരു കാര്യം, എനിക്കൊരൊറ്റ ജീവിതമുള്ളൂ, അത് പ്രയോജനകരമായിട്ട് ജീവിക്കണം. അത് പ്രയോജനകരമായിട്ട് ജീവിക്കണം. കല്ലറയുടെ മുകളിൽ ഒരു ശിലാഫലകം വെച്ച് അതിനകത്ത് ഇന്ന വർഷം ജനനം, ഇന്ന വർഷം മരണം എഴുതി കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. യഹോവ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക്
വിലയേറിയതെന്ന് വില കൂടിയ മാർബിളിന്റെ പുറത്ത് കട്ടിയക്ഷരത്തിൽ എഴുതി വെക്കാൻ വേണ്ടി അല്ല നമ്മൾ ജീവിക്കുന്നത്. Yes, Lord. നമ്മൾ ജീവിച്ച് നിലനിൽക്കുന്ന ചലനം ദേശത്ത് വരുത്തുവാനായിട്ട് നിങ്ങൾക്ക് എനിക്ക് എന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുണ്ടല്ലോ, നിങ്ങളോട് ഞാന് ഹല്ലേലൂയ അത് വളരെ വളരെ കോൺഷ്യസോടെ, വളരെ ബോധ്യത്തോടെ ഞാൻ പറയുന്ന ഒരു വാക്കാ. പ്ലീസ് ഫോർഗിവ് യു യുവർസെൽഫ്. നിങ്ങൾ നിങ്ങളോടൊന്ന് ക്ഷമിക്കുക. Amen. നിങ്ങളോട് ക്ഷമിക്കാതെ വരുമ്പോഴത്തെ കാര്യം എന്താണെന്നറിയാം? ഞാൻ ചിന്തിക്കുക, ഇപ്പൊ ഇവിടെ നമ്മുടെ മിനിസ്ട്രിയിൽ കൂടെ നിൽക്കുന്നവർ അവരെന്നെ തെറ്റിദ്ധരിക്കുവോ? അവർ തെറ്റിദ്ധരിച്ചാൽ എന്നെ വിട്ടേച്ച് പോവോ? അപ്പം അവർ തെറ്റിദ്ധരിക്കാതിരിക്കാനായിട്ട് കുറെ കഥകളൊക്കെ ഞാൻ പറയും. അത് എന്റെ സെൽഫ് പിറ്റി, എന്റെ പ്രോബ്ലം, എന്റെ പെയിൻ, എന്റെ എനിക്ക് എന്നറിയോ, എന്റെ വിഷയം അറിയോ, എന്റെ ജീവിതം അറിയോ എന്നറിയോ. ദാറ്റ്സ് ഫ്രം മൈ ഫിയർ. എനിക്ക് ചിന്തിക്കാൻ സാധിക്കണം, നോ, യേശു ക്രൂശിൽ എന്റെ സകല പാപത്തെ എന്നെ ശുദ്ധീകരിച്ചതാണ്. എന്നെ ഒരൊറ്റ ആൾക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. എന്ത് തിന്മയായത് എന്റെ കൺമുമ്പിൽ വരച്ചു കൊണ്ടുവന്നാലും കല്ലറയ്ക്കകത്തുനിന്ന് ലാസറിനെ പൊക്കിക്കൊണ്ടുവന്ന എന്റെ ദൈവം കല്ലറയ്ക്കകത്തുനിന്ന് ലാസറിനെ പൊക്കിക്കൊണ്ടുവന്ന എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ എത്രമാത്രം തകർച്ചകൾ വന്നാലും ശൂന്യതകൾ വന്നാലും അവിടെ നിന്നെല്ലാം എന്നെ പൊക്കിക്കൊണ്ട് വരാനായിട്ട്, അവിടെ നിന്നെല്ലാം എന്നെ ഉയർത്തി മാനിക്കാനായിട്ട് എന്റെ ദൈവം മതിയായവൻ. ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചീത്തയായത് ചിന്തിക്കരുത്. നിങ്ങൾ തെറ്റ് ചെയ്തതല്ല നിങ്ങളുടെ പ്രശ്നം, നിങ്ങളെ കുറിച്ച് തെറ്റായി ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. വീണ്ടും ആ വാക്ക് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുക, നിങ്ങൾ തെറ്റ് ചെയ്തതല്ല പ്രശ്നം. നിങ്ങൾ ഏതോ ചില മേഖലയിൽ തെറ്റിപ്പോയതല്ല നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം. നിങ്ങൾ തെറ്റ് ചെയ്തതിനേക്കാൾ നിങ്ങൾ തെറ്റായി ചിന്തിക്കുന്നതാണ് നിങ്ങളുടെ പ്രോബ്ലം. നിങ്ങൾ പറയില്ല, അവൻ യേശുവിന്റെ സ്നേഹം എന്നിൽ നിറഞ്ഞു കവിയുന്നത് എന്നെ തകർക്കാനായിട്ടല്ല, എന്നെ നശിപ്പിച്ചു കളയാനായിട്ടല്ല, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം എന്നെ തികയ്ക്കുമെന്ന് എന്റെ തോട്ട്സ് എന്റെ ഹൃദയത്തിനകത്തൊരു മാറ്റം ഉണ്ടാകും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, ഹീബ്രു ചാപ്റ്റർ 9 വേഴ്സ് 14, ഹീബ്രു ചാപ്റ്റർ 9 വേഴ്സ് 14 ഇങ്ങനെ പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ. ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ കാളകളുടെയും ആറ്റുകിടാക്കന്മാരുടെ രക്തം ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ആമേൻ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷി എവിടെയാ മാറ്റം വരുത്തുന്നത്? നിങ്ങളുടെ കോൺഷ്യസ്നസ്. ഹല്ലേലൂയ. നിങ്ങളുടെ കോൺഷ്യസ്നസ്, ഹല്ലേലൂയ, അതിനകത്തൊരു ചേഞ്ച് വരണം പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങൾ ഇന്ന് പകൽ ഇന്ന് വരെ നിങ്ങൾ ബിസിനസ് ചെയ്ത് പൊളിഞ്ഞവരായിരിക്കും. ഇന്ന് വരെ കുടുംബജീവിതത്തിൽ നിങ്ങളൊരു പൊട്ടി തകർന്നൊരു വ്യക്തിയായിരിക്കാം. ഇന്ന് വരെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളൊരു പഴഞ്ഞതയായിരിക്കാം. നിങ്ങളുടെ ഹല്ലേലൂയ, നിങ്ങളൊരു കുഞ്ഞെന്ന നിലയ്ക്ക്, ഒരു വർഷിപ്പ് ലീഡർ എന്ന നിലയ്ക്ക്, ഒരു ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക്, ഒരു അമ്മ എന്ന നിലയ്ക്ക്, ഒരു അപ്പൻ എന്ന നിലയ്ക്ക്, ഒരു മകൻ എന്ന നിലയ്ക്ക്, ഒരു മകൾ എന്ന നിലയ്ക്ക്, ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക്, ഒരു ജോലിക്കാരൻ എന്ന നിലയ്ക്ക് നിങ്ങളൊരു പരാജയമായിരിക്കാം. പക്ഷെ ഇന്ന് കർത്താവ് പറയുക, ചേഞ്ച് യുവർ വേർഡ്, ചേഞ്ച് യുവർ വേർഡ്. Change your word, change your word. മനസ്സാക്ഷിയിൽ ഒന്ന് മാറ്റുകയാണ്. ഇന്ന് പകൽ പറ, ഹല്ലേലൂയ, ഇതുവരെ എനിക്ക് തെറ്റുകൾ പറ്റിയത് ശരിയാ, അബദ്ധങ്ങളുടെ കൂമ്പാരമാ ഞാൻ. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നില്ല, ഹല്ലേലൂയ, ഇന്ന് ഞാൻ പറയുക, ഹല്ലേലൂയ, ഇപ്പോ ഞാൻ പറയുക, ആമേൻ, ഇന്ന് വരെ ഉണ്ടായിരുന്ന എന്റെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നിലേക്ക് നടത്തുവാനായിട്ട് എന്റെ ദൈവം ശക്തനാ. ആമേൻ. 10:22 chapter 10 verse 22. Chapter 10 verse 22. Hallelujah. Praise God. Hallelujah. Chapter 10 verse 22. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന് പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലണം. ദൈവസന്നിധിയോട് അടുത്തു ചെല്ലുമ്പോ ആദ്യം സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഹൃദയത്തെ ദുർമനസാക്ഷി നീങ്ങി, കോൺഷ്യസ്നസ്, നിങ്ങളുടെ കോൺഷ്യസ്, നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്ന പ്രയാസമില്ലേ,
ചിന്തകളില് അയ്യോ ഞാൻ കൊള്ളത്തില്ലാത്തവനാ, ഞാൻ അഴുക്ക, ഞാൻ പാവം ചെയ്തതാ, എന്നെ ആളുകൾ ചീറ്റ് ചെയ്തതാ, എനിക്കൊരു ധൈര്യമില്ലാത്തവനാ, എനിക്കൊരു ബോൾനെസ് ഇല്ലാത്തവനാ, കാരണം ഞാൻ ചെറുപ്പത്തിൽ ഒത്തിരി പാവം ചെയ്തതാ, എന്റെ അമ്മയും അപ്പനും എന്നെ ശപിച്ചതാ, എനിക്ക് നല്ലൊരു ചൈൽഡ്ഹുഡ് ഉണ്ടായിട്ടില്ല, എനിക്കൊരു നല്ല എനിക്കൊരു നല്ല മെന്റർ ഉണ്ടായിട്ടില്ല, എനിക്കൊരു നല്ല ടീച്ചർ ഉണ്ടായിട്ടില്ല, എനിക്കൊരു നല്ല പേരന്റ്ഹുഡ് ഉണ്ടായിട്ടില്ല, അങ്ങനെ ഞാൻ ഒന്നും അനുഭവിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് കർത്താവ് പറയുക, ആമേൻ, നിന്റെ തെറ്റുകളല്ല നിന്റെ പ്രശ്നം, ആ തെറ്റായ ചിന്താഗതി മാറ്റിയിട്ട് പറ, I am a blessing, I am a blessing. ഞാൻ ഒരു അനുഗ്രഹമാണ്. Amen. Hallelujah. I am a blessing. Yes. ഞാൻ ഒരു അനുഗ്രഹമാണ്. Amen. Hallelujah. ഞാൻ ഒരു അനുഗ്രഹമാണ്. Hallelujah. 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 Thank you Jesus. Thank you Jesus. Thank you Jesus. Hallelujah. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യം നമ്മൾ പലവട്ടം ചിന്തിച്ചിട്ടുള്ളത്. നിങ്ങൾ ക്രിസ്തുവിനെ കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കൊലോഷ്യൻസ് ചാപ്റ്റർ 3 verse 1, 2 and 3. Hallelujah. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന് വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തുള്ളത് തന്നെ അന്വേഷിപ്പിൻ. Verse 2, ഭൂമിയിലുള്ളതല്ല, ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പീൻ, ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ മാറ്റ്. നിങ്ങളുടെ സിറ്റുവേഷൻ അല്ല മാറുന്നത്. Change your thoughts. Change your thoughts. Change your thoughts. Hallelujah. 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 Thank you Jesus. Amen. Hallelujah. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം ഒരിക്കലും എന്ത് ചെയ്യരുത്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ വറീഡ് ആകരുത്. ആമേൻ. എന്താണ് വറി എന്ന് പറയുന്നത്? ചിന്തിക്കുന്നതല്ലേ വറി. ഹല്ലേലൂയ. എന്നാൽ വറി എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ സംഭവിക്കുമെന്ന് പറയുമ്പോൾ, വറി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് തോട്ട്സ്. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് നെഗറ്റീവ് തോട്ട്സ് അല്ല കയറേണ്ടത്. വചനം ഇങ്ങനെ പറയുന്നത്, പണ്ടുള്ളതിനെ ഓർക്കണ്ട, പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്റെ കർത്താവ് പറയുക, നീ പണ്ടുള്ളതിനെ ഓർത്തോണ്ടിരിക്കണ്ട, പണ്ടുള്ളതിനെ ഓർക്കണ്ട. ഇന്നലെ വരെ നിനക്ക് ഒരു പരാജയമായിരിക്കാം, ഇന്നലെ വരെ നീ ഒരു അഴുക്കായിരിക്കാം, ഇന്നലെ വരെ നീ ഒരു തകർന്നവനായിരിക്കാം, ഇന്ന് നിന്റെ ശരീരത്തിനകത്ത് സകല രോഗത്തിനും കാരണം ഇന്നലെ നീ നിന്റെ ശരീരത്തെ അബ്യൂസ് ചെയ്തതായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി, ഇന്ന് പകൽ എത്ര പേര് റെഡിയാണോ പണ്ടുള്ളതിനെ ഓർക്കുന്നില്ല, മുമ്പുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട. അങ്ങനെ നിരൂപിക്കാതിരുന്നാൽ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ഫിലിപ്പി ലേഖനം 5:14 ഇങ്ങനെ പറയുന്നത്, അല്ലോ, ഞാൻ ഒരു കാര്യം ചെയ്യുക, പിൻപിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലേക്ക് കാഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ എനിക്ക് വെച്ചിരിക്കുന്ന പരമവിരുദ്ധനായി ഞാൻ മുമ്പിലേക്ക് ലാക്കിലേക്ക് കുതിക്കുക. ഞാൻ ഒരു കാര്യം ചെയ്യുക, ഇന്നലത്തതെല്ലാം മറക്കുക, ഇന്നലത്തതെല്ലാം മറക്കുക. ആമേൻ. പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യും, ഞാൻ പുതിയതൊന്ന് ചെയ്യും. ദൈവമായവൻ പുതിയതൊന്ന് ചെയ്യും, എന്റെ കർത്താവ് പുതിയതൊന്ന് ചെയ്യും. അവൻ പുതിയതൊരു കാര്യം ചെയ്യണമെങ്കിൽ, അവൻ പുതിയ ഒരു കാര്യം ചെയ്യണമെങ്കിൽ, അവൻ പുതിയ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. പഴയതിനെ മറക്കണം, മുമ്പുള്ളതിനെ മറക്കണം, ഇന്നലത്തതിനെ മറക്കണം, പ്രതികൂലത്തെ മറക്കണം, ഭാരത്തെ മറക്കണം, തോൽവിയെ മറക്കണം, ശാപത്തെ മറക്കണം, അഴുക്കിനെ മറക്കണം, കുറവുകളെ മറക്കണം, ഇന്നലത്തെ ബലഹീനതകളെ നീ മറക്കാൻ തയ്യാറെങ്കിൽ. Yes, Lord. Hallelujah. Hallelujah. ഹല്ലേലൂയ. ആമേൻ. ചിലപ്പോഴൊക്കെ ചിലരുടെ ജീവിതത്തിനകത്ത് ചില വെല്ലുവിളി നിറഞ്ഞ അനുഭവം വരുമ്പോൾ അവരോട് തന്നെ പറയാറുണ്ട്, അയ്യോ, ഞാൻ ജീവിതം ഒത്തിരി പാഴാക്കി കളഞ്ഞു, ഞാൻ ജീവിതത്തിൽ ഒരുപാട് സ്ഥലത്ത് ഞാൻ തെറ്റിപ്പോയി. കർത്താവേ, ഹല്ലേലൂയ. ചിലപ്പോൾ അവർ പുറമേ, ഹല്ലേലൂയ, ആമേൻ, സമ്മതിച്ചെന്ന് വരത്തില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ചിന്ത കാണും, അയ്യോ, ഞാൻ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അബദ്ധം പറ്റി, ഞാൻ മുമ്പ് അങ്ങനെ പറഞ്ഞു, ഞാൻ മുമ്പ് ഇങ്ങനെ ചെയ്തു, എന്റെ വഴി അങ്ങനെ ആയിരുന്നു. പ്രിയപ്പെട്ടവർ, എന്റെ കർത്താവ് പറയുക, നീ പണ്ടുള്ളത് ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട. നീ ഇത് ചെയ്ത, നീ മുമ്പുള്ളതിനെ വിട്ടുകളയാൻ റെഡിയാണ്. നീ പണ്ടുള്ളതിനെ മറന്ന, മുമ്പുള്ളതിനെ മറന്ന, ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യും, ഇന്ന് തന്നെ പുതിയ ഒന്നിനെ, പുതിയതൊന്ന്. പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന്. Hallelujah. ഇതാ ഞാൻ പുതിയതൊന്ന്, ഇതാ ഞാൻ പുതിയതൊന്ന്, ഇതാ ഞാൻ പുതിയതൊന്ന്, ഇതാ ഞാൻ പുതിയതൊന്ന്. ഹല്ലേലൂയ. പുതിയതൊന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവ് പുതിയതിനെ ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനം 3:14-15 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പോലെ പിൻപിലുള്ളതെല്ലാം മറന്ന്, ഫിലിപ്പിയൻ ചാപ്റ്റർ 3 verse 14 and 15, പഴയതെല്ലാം മറന്ന് അത് ഞാൻ ഒന്ന് ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നിട്ട് മുമ്പിലുള്ളതിൽ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ ിലേക്ക് ഓടുക. ഹല്ലേലൂയ. എന്റെ കാര്യം എന്നാന്നറിയാമോ? ഹല്ലേലൂയ. നമ്മിൽ തികഞ്ഞവരൊക്കെ ഇങ്ങനെ ചിന്തിക്കട്ടെ.
എങ്ങനെ ചിന്തിക്കേണ്ടത്? ഇന്നലത്തെ എല്ലാം ഞാൻ മറക്കുക. എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ക്രിസ്തുവിൽ എനിക്കൊരു വിളിയുണ്ട്. ക്രിസ്തുവിൽ എനിക്കൊരു ലക്ഷ്യം മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇന്നലകളെ കുറവ് ശരിയാ, ഇന്നലകളെ പാപം ശരിയാ, ഇന്നലകളെ മിസ്റ്റേക്ക് ശരിയാ, ഇന്നലകളത്തെ അബദ്ധം ശരിയാ. പക്ഷെ എന്റെ മുമ്പിൽ ഒരു ഗോളുണ്ട്, എന്റെ മുമ്പിൽ ഒരു വിളിയുണ്ട്, എന്റെ മുമ്പിൽ ഒരു ദർശനമുണ്ട്, എന്റെ മുമ്പിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. എന്റെ ഓട്ടം, എന്റെ നോട്ടം, എന്റെ ഓട്ടം, എന്റെ നോട്ടം, എന്റെ ഓട്ടം എന്റെ കുറവുകളിൽ നോക്കിക്കൊണ്ടല്ല. എന്റെ മേലൊരു വിളിയുണ്ട്. ആ വിളിയിലേക്ക് കുതിക്കുന്നവർ ഇന്ന് പകൽ പറ, ഞാൻ പഴയതിനെ മറക്കുന്നു. Yes. Thank you. In the name of Jesus. Hallelujah. 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 Praise God. Hallelujah. 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 Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 ഇന്ന് പകൽ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഉള്ളില്, നമ്മുടെ അകത്ത് കിടക്കുന്ന കുറ്റബോധം, ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്നലകളിൽ ചെയ്ത പാപത്തെക്കാൾ കഠിനമേറിയതാണ് ഇന്ന് നിങ്ങൾ അകത്ത് കിടക്കുന്ന കുറ്റബോധം. ഇവിടെ നിങ്ങൾക്കൊന്ന് സിമ്പിൾ ആകാൻ പറ്റുമോ? സിമ്പിൾ ആയ ഒരാൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമ്മൾക്ക് സിമ്പിൾ അല്ലെങ്കിൽ നമ്മൾ ഞാൻ അങ്ങനല്ല എന്ന് പറയുന്നത് വിട്ടേച്ച് ഞാൻ അങ്ങനെ, എനിക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. എനിക്ക് എൻ്റെ ഉള്ളിൽ ഇച്ചിരി പ്രൈഡുണ്ട്, എൻ്റെ ഉള്ളിൽ ഒരല്പം കുറ്റബോധം കിടപ്പുണ്ട്, എൻ്റെ അകത്തിപ്പോഴും എൻ്റെ കുറ്റത്തെ അംഗീകരിക്കാൻ മേലാത്തൊരു സ്വഭാവം കിടപ്പുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പറയുക, ക്രിസ്തുവിൽ ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്, ക്രിസ്തുവിൽ ഞാൻ കഴുകപ്പെട്ടവനാണ്, ക്രിസ്തുവിൽ ഞാൻ നീതിമാനാണ് എന്ന ബോധ്യത്തിൽ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരുന്നപ്പാ. എല്ലാവർക്കും കർത്താവിന്റെ സന്നിധി എഴുന്നേറ്റ് നിൽക്കാം. Thank you, Jesus. Hallelujah. 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 Thank you, Jesus. 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 ഇന്ന് പകൽ നമ്മൾ കർത്താവിന്റെ വചനത്തിൽ നിന്ന് കേട്ട പോലെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറഞ്ഞു നിർത്താം. നമ്മുടെ പാപം പ്രശ്നമേ അല്ല, പാപം ഒരു പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ ഓർക്കും പാപം ചെയ്യാനുള്ള ലൈസൻസ് ആണ്. അല്ല, നിങ്ങളുടെ പാപം ഒരു പ്രശ്നമല്ല. കാരണം പാപത്തെ യേശു ക്രിസ്തു തന്റെ രക്തത്താൽ കഴുകി നീതീകരിച്ചു. ഇപ്പൊ എന്താ പ്രശ്നം അറിയോ? നമ്മുടെ അകത്ത് കിടക്കുന്ന കുറ്റബോധം, അത് യേശു അല്ല മാറ്റുന്നത്, നിങ്ങൾ മാറ്റണം. വീണ്ടും പറയാം, sin is already forgiven, but the guilt that is you need to take out, that is your responsibility. ഞാൻ പറയും, എപ്പോഴാണ് നിങ്ങളുടെ അകത്തുനിന്ന് കുറ്റബോധം മാറുന്നത്, ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. ഇന്ന് പകൽ എത്ര പേർക്ക് ആ കർത്താവിലേക്ക് നോക്കിയിട്ട് ഞാൻ പറയാം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ വിചാരിച്ചേക്കാം, ഇവിടെ നിൽക്കുന്നോണ്ടാ അനുഗ്രഹിക്കപ്പെടാത്ത, വേറെ എവിടെയെങ്കിലും പോയാൽ അനുഗ്രഹിക്കപ്പെടും, ഈ ജോലി സ്ഥലം അങ്ങ് കൊള്ളത്തില്ല, ഇവിടെ നിന്ന് മാറിയാൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ മാറി നോക്കപ്പോ അറിയാം. പക്ഷേ നിങ്ങളൊന്ന് പറയാവോ, കർത്താവേ, എൻ്റെ ഹാർട്ട്, എൻ്റെ തോട്ട്സ്, ഹല്ലേലൂയ, ഞാൻ ജീവിക്കുന്ന എൻ്റെ സാഹചര്യം അനുസരിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത് അനുസരിച്ചാണ് എൻ്റെ സാഹചര്യം. My thoughts are not according to my situation, but my situation is according to my thoughts. Thank you, Jesus. Thank you, Jesus. താങ്ക് യു ലോർഡ്. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ പറ്റും, ഹല്ലേലൂയ, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഞാൻ വായ്പ വാങ്ങത്തിൽ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, ഞാൻ ഒരു അനുഗ്രഹമായിരിക്കും. ഞാൻ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും കൃപയിൽ മുതിർന്നു വരാൻ വിളിക്കപ്പെട്ടവനാ. എൻ്റെ വിളി ശാപത്തിന്റെ കീഴിൽ കിടക്കാനല്ല, എൻ്റെ വിളി തകർച്ചയുടെ കീഴിൽ കിടക്കാനല്ല, എൻ്റെ മേൽ കിടക്കുന്ന വിളി നശിച്ച് തകർന്ന് തരിപ്പണമാകാനായിട്ടല്ല. എൻ്റെ മേലൊരു കോളിംഗ് ഉണ്ട്, അത് ആമേൻ ഹല്ലേലൂയ ഏറ്റവും ഉന്നതമായതാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യുക, പിൻപിലുള്ളത് മറന്ന്
പിൻപിലുള്ളത് മറന്ന്, പിൻപിലുള്ളതെല്ലാം മറന്ന് ഞാൻ മുന്നോട്ട് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിലെ പരമ വിളിക്കായി ലാക്കിലേക്ക് ഓടുക. പിൻപിലുള്ളതെല്ലാം മറന്ന് ആമേൻ. തികഞ്ഞവനൊക്കെ ഇങ്ങനെ ചിന്തിക്കട്ടെന്ന വചനം പറയുന്നത്. തികഞ്ഞവർ ഒക്കെ ഇങ്ങനെ ചിന്തിക്കണം. എന്താണെന്നറിയാമോ? ഞാൻ പഴയതിനെ ഓർക്കുന്നില്ല. പഴയതിനെ ഓർത്താൽ നിനക്കൊരു ചിന്ത വരും, ഞാൻ തികഞ്ഞവനല്ല. പഴയതിനെ ഓർത്താൽ നിനക്കൊരു ചിന്ത വരും, I am not perfect. If you think about your former things, then you will have a conscience, I am not perfect. But now, hallelujah, പഴയതിനെ വിട്ടച്ച് ക്രിസ്തുവിലെ ലാക്കിലേക്ക് നിന്ന് നോക്കുമ്പോൾ നിനക്കൊരു ബോധ്യം ഉണ്ടാകും. Hallelujah, I am blessed in Christ. Amen. I am blessed in Christ. I am blessed in Christ. Yes. Hallelujah, hallelujah. വചനം ഇങ്ങനെ പറയുന്നത്, മുമ്പലത്തെ കഷ്ടങ്ങൾ മറക്കുകയും ഈ ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കപ്പെടുന്നു. Thank you Jesus. Hallelujah, 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 hallelujah. എല്ലാവരും നിങ്ങളുടെ കണ്ണുകൾ ഒന്ന് അടച്ച് നിങ്ങളുടെ ചിന്തകളിൽ ഒരു പരിവർത്തനം ഉണ്ടാകട്ടെ. ഞാൻ പാപിയാണ്, അതേ കർത്താവ്, ഞാൻ കുറവുള്ളവനാ എന്നെ മുറിപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധാത്മാവേ. പക്ഷേ അപ്പാ, എൻ്റെ പ്രവൃത്തികൾക്ക്, എൻ്റെ കഴിവിന്, എൻ്റെ നേർച്ച കാഴ്ചകൾക്ക് എന്നെ ശുദ്ധീകരിക്കാൻ പറ്റത്തില്ലപ്പാ. പക്ഷെ എന്നെ കഴുകുന്ന ഞങ്ങളുടെ രക്തത്തിനായി സ്തോത്രം, എന്നെ നീതീകരിച്ച രക്തത്തിനായി സ്തോത്രം. ഇന്ന് ഞാൻ പറയാം, ഈ ബോധ്യത്തോടെ നിങ്ങൾ ഇറങ്ങിപ്പോകുന്നെങ്കിൽ നാളെ മുതൽ നിങ്ങൾ ചെല്ലുന്ന ജോലി സ്ഥലം ഇന്നലെ വരെ ആയിരുന്ന പോലെ ആയിരിക്കത്തില്ല. ഞാൻ നിങ്ങളൊരു ആമയം പറഞ്ഞാലും ഇല്ലേലും ഞാൻ അങ്ങ് പറയുക, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ പോകുന്ന സ്ഥലം നാളെ മുതൽ ഇന്നലെ വരെ നിങ്ങൾ പോയതുപോലെ ആയിരിക്കത്തില്ല. നിങ്ങളുടെ വീട്, നിങ്ങളുടെ സ്കൂള്, നിങ്ങളുടെ സാഹചര്യം നിങ്ങൾ ഇന്നലെ വരെ ആയിരുന്ന പോലെ ആയിരിക്കത്തില്ല. നിങ്ങൾ ഇന്നലെ വരെ ആയിരുന്ന പോലെ ആയിരിക്കത്തില്ല. നിങ്ങൾ ഇന്നലെ വരെ കണ്ട പോലെ ആയിരിക്കത്തില്ല കാര്യങ്ങൾ. അത് നിശ്ചയമായി മാറി മറിയും, മാറി മറിയും, മാറി മറിയും, മാറി മറിയും, മാറി മറിയും, മാറി മറിയും. Change your word. Change your word. Yes, Lord. Change your word. Change your Father. word. നിങ്ങളുടെ വാക്കുകളെ നിങ്ങളുടെ ഹാർട്ടിനകത്തുനിന്ന് ആമേൻ പഴയതിനെല്ലാം ഒന്ന് എടുത്തു കളഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് പുതുക്കാമോ? ശരിയാ, നാട്ടുകാരെല്ലാം നിന്നെ കുറിച്ച് മോശമാ പറയുന്നേ. പക്ഷെ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് യുവർ സെൽഫ്? ഓ, എനിക്കെന്തോ കുഴപ്പമുണ്ട്, ഞാനൊരു നശിച്ച വ്യക്തിയാ. പക്ഷെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, നശിച്ചവനായിരുന്നു ഞാൻ, പക്ഷെ യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവനാ, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവനാ. ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാ, ക്രിസ്തുവിൽ ഒരു അനുഗ്രഹമാണ് ഞാൻ. ഒരു ആമേൻ പറയാമോ? ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് ഒരു ആമേൻ പറയാമോ? ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ക്രിസ്തുവിൽ ഞാൻ ജയാളിയാണ്, ക്രിസ്തുവിൽ ഞാൻ സകല നന്മയുടെയും അനുഗ്രഹത്തിന്റെയും അവകാശിയാണ്, ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ആരോഗ്യമുള്ളവനാണ്, ക്രിസ്തുവിൽ ഞാൻ തികഞ്ഞ സമ്പന്നനാണ്, ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ അധികാരമുള്ളവനാണ്, ക്രിസ്തുവിൽ തികഞ്ഞ വിശ്വാസമുള്ളവനാണ്, ക്രിസ്തുവിൽ പൂർണ്ണ അധികാരമുള്ളവനാണ്. Holy Spirit, thank you, Daddy. Thank you, Holy Spirit.